ഹായ് എല്ലാവർക്കും റോമോസിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ റെയിൽവേ NTPC എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കണം മക്കളെ. പല ഉദ്യോഗസ്ഥരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നാണ് എക്സാം ഡേറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം വിടാൻ പറ്റുകൊണ്ട് റെയിൽവേ ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാം എന്നാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് എന്നാണ് എക്സാംസ് നടക്കുക എന്നുള്ളത്. ഇവിടെ നോക്കാം, റെയിൽവേ സൈറ്റിൽ ഒന്നാണ്. റെയിൽവേ എന്താണ് NTPC നോൺ ടെക്നിക്കൽ കാറ്റഗറി എത്രയാണ് ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാം നടക്കുന്നത്. ഇതാണ് ജൂൺ 5 മുതൽ. ശ്രദ്ധിക്കുക, ജൂൺ 5 മുതൽ എന്താണ് ജൂൺ 23 വരെയാണ് എക്സാംസ് അല്ലെ. 5-ാം തീയതി ജൂൺ 5 മുതൽ 23 വരെ. ഇന്നിപ്പോ എത്രയായി? മെയ് എത്രയാ? 13 ഇന്നലെ. എന്നുവെച്ചാൽ എന്താണ്, ഒരു മാസം പോലും നമുക്കില്ല എക്സാംസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. 5-ാം തീയതി പോലെ എക്സാം നടക്കുകയാണ്. ഏകദേശം 20 ദിവസം കൂടി എക്സാമുകൾ. അപ്പൊ അതാണ് ഞാൻ മക്കളെ നിങ്ങൾ പറയാം, എപ്പോഴും പറയാറുണ്ട് എന്താ, റെയിൽവേ അതുപോലെ SSC എക്സാംസിന്റെ ഡേറ്റ് വന്നിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുതും. കാരണം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ 21 മാസം ഉണ്ടായിരിക്കും ചിലപ്പോൾ എക്സാംസ് നടക്കുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോ 20 ദിവസം കൂടെ ടൈമുള്ളൂ. 20 ദിവസമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ടൈം. 20 ദിവസം നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 20 ദിവസം നിങ്ങൾ പഠിക്കേണ്ട എന്തൊക്കെയാണ് നമുക്കറിയാം. NTPC എന്താണ്, ഗ്രാജുവേറ്റ് ലെവൽ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസ് ഉണ്ട്. രണ്ടിന്റെ എന്താണ് സിലബസ് ഒക്കെ സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ എന്തൊക്കെ നിങ്ങൾ പഠിക്കണം നമുക്ക് നോക്കാം. നമുക്ക് CBT1 നമുക്ക് പറയാം മാത്സ്, അതുപോലെ റീസണിങ്, ജനറൽ അവയർസ് ആണ്. ഞാൻ ചോദിച്ചോട്ടെ മക്കളെ, നിങ്ങൾക്ക് CBT1 എന്ന് വെച്ചാൽ എന്താണ്, ഒരു ക്വാളിഫൈങ് നേച്ചറുള്ള എക്സാംസ് ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് എന്താണ്, നമ്മുടെ റാങ്ക് ലിസ്റ്റ് നോക്കുന്നില്ലടാ. അപ്പൊ ക്വാളിഫൈ നിങ്ങൾ എന്ത് പഠിക്കണം നോക്കാം. ഇവിടെ നോക്കാം മക്കളെ, മാത്സ് എത്ര? 30 മാർക്ക്. റീസണിങ് 30 എത്രയാ? ജനറൽ അവയർനെസ് 40 മാർക്ക്. ഈ മാത്സും റീസണിങ് എന്ന് പറഞ്ഞാൽ 30 60 മാർക്ക് ഉണ്ട്. ഈ 60 മാർക്ക് നമുക്ക് എന്താ ഗ്യാരണ്ടി ഉള്ള മാർക്ക് 60 മാർക്ക്. കാരണം എന്താണ്, ഈ മാത്സും റീസണിങ് എന്താ, ക്വസ്റ്റ്യൻസിന്റെ വാല്യൂസ് മാറുക, സെയിം ടൈപ്പിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. നമുക്ക് അറിയാവുന്ന മെത്തേഡിലേക്ക് നമുക്ക് 100% ഗ്യാരണ്ടി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയില്ല. പക്ഷെ അതേസമയം GK കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. GK എവിടെ നിന്ന് ചോദിക്കാം, വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് GK. പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എവിടെയായിരിക്കും കൂടാ, ഈ 60 മാർക്കിലായിരിക്കും നിങ്ങൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. GK പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞാൽ, GK എന്തൊക്കെയാണ് സെലക്റ്റീവ് ആയിട്ട് എന്താണ്, GK എക്സാംസിന്റെ RRB എക്സാംസ്, റെയിൽവേ എക്സാംസിന്റെ പൾസ് അനുസരിച്ച് നമ്മൾ GK പഠിക്കാനായിട്ട് വാല്യൂ വെച്ച് പഠിക്കാൻ നിൽക്കും. അപ്പൊ ഈ 60 മാർക്കായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇതിനാണ് നിങ്ങൾ എന്ത് ചെയ്യാം, കോൺസെൻട്രേറ്റ് പഠിക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ പഠിക്കാൻ നമുക്ക് CBT1 നിങ്ങൾ ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഒരു എൻട്രി, നിങ്ങൾ സർക്കാർ ജോലിക്കുള്ള ഒരു എൻട്രി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. CBT1 വേണ്ടി നമ്മൾ റോംബസ് അല്ലെ, NTPCയുടെ വിൻ ബാച്ച് നമുക്ക് എന്താണ് മെയ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാം. മെയ് 15 കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് റോംബസ് ഇത് തരാത്ത ഒരു ഓഫറാണ് സ്റ്റുഡൻസിന്റെ മുന്നിലേക്ക് വെക്കുന്നത്. മറ്റൊന്നുമല്ല മക്കളെ, നമുക്കറിയാം, ഞങ്ങൾക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ പലയിടത്തും എന്താണ് വീണ്ടും പോയി ജോയിൻ ചെയ്തിട്ട് വീണ്ടും ഞങ്ങളിലേക്ക് വരാറുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറയാം, ഇനി അവരുടെ ലൈഫ് കളയാൻ നമുക്കില്ല. കാരണം കഴിഞ്ഞ ALP എക്സാം CBT1 തോറ്റുപോയവരൊക്കെ ഞങ്ങളിൽ വീണ്ടും വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉദ്യോഗസ്ഥരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബാച്ചിന്റെ കോഴ്സ് ഫീസ് എത്രയാണ്? 1499 ആയിരിക്കും. അത് വെറും 1500 1499 നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടിൽ എക്സാം വരെ ഇതിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരായിക്കോട്ടെ, നിങ്ങൾ ഈ ബാച്ച് ഒന്ന് ജോയിൻ ചെയ്തോ, ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്തിരിക്കും. നിങ്ങളുടെ തലവര മാറ്റുക, നമ്മുടെ തലവര മാറുക എന്നൊക്കെ പറഞ്ഞിട്ട് ചേഞ്ച് വെച്ചു. അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഒരു ഗവൺമെന്റ് ജോലിയിലേക്കുള്ള ഒരു എൻട്രി ആയിരിക്കും എന്ന് പറയുന്നത് ഈ ഒരു ബാച്ച് ഞാൻ പറയുന്നത്. ഓക്കെ, ലിമിറ്റഡ് തിരിച്ചറിൽ നമ്മൾ വാല്യൂ വെച്ച് നമ്മുടെ എക്സാംസ് എടുക്കാറില്ല കുട്ടികളെ. ആ താല്പര്യമുള്ളവരുടെ ഈ കാണുന്ന നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ ബാച്ച് ഞങ്ങൾ പഠിപ്പിക്കുന്ന എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സിലായിരിക്കും മക്കൾ വരുന്നത്. അതുപോലെ PYQ ഡിസ്കസ്. ഞാൻ പറഞ്ഞില്ല, ഇതെന്ന് വെച്ചാൽ ഫുൾ സിലബസ് കവർ എന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമുക്ക് എന്തെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇനി PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ പറ്റിയുള്ള നമുക്ക് സീരീസ് ആയി നടക്കുന്നത്, മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ബാച്ച് വെച്ചാൽ ഒരു സോർട്ടഡ് ബാച്ച് ആയിരിക്കുന്നത്, ഒരു ക്യാപ്സ്യൂൾ ബാച്ച് ആണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് എന്താണ് ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റിയ ഒരു ക്യാപ്സ്യൂൾ ബാച്ച് ആയിരിക്കും വരാം. പക്ഷെ മറ്റൊരു കാര്യം പറയട്ടെ, തീരെ ബേസ് ഇല്ലാത്ത ആൾക്കാർ ഈ ബാച്ച് ജോയിൻ ചെയ്തിട്ട് കാര്യമെന്ന് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ പഠിച്ച് കുറച്ച് ബേസിക് ഉള്ളവർക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ഞാൻ പറയാം. അത് ഞാൻ ഒന്നും പറയാം. കാരണം എന്താണ്, 20 ദിവസങ്ങളിൽ 20 ദിവസം കൊണ്ട് നമുക്ക് ബേസ് ഇല്ലാത്ത ഒരാളെ ബേസിൽ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റത്തില്ല. കുറച്ച് പഠിച്ചു നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യാം, അയാളൊന്നും നല്ല ബൂസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വിജയത്തിലേക്ക് എത്തിക്കാം. അങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ബാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ കോഴ്സ് ഫീസ് എത്ര? 1499. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, റോംബസ് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ CBT1 ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് CBT2 നിങ്ങൾ ഞങ്ങളെ ജോയിൻ ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എവിടെ ജോയിൻ ചെയ്തായിക്കോട്ടെ, ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, യൂട്യൂബ് കൊണ്ടൊക്കെ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് തികച്ച യൂസ്ഫുൾ ആയിട്ടുള്ള ബാച്ച് ആയിരിക്കും വരുന്നത്. മെയ് 15 കഴിഞ്ഞാൽ ഒറ്റ മനുഷ്യനെ പോലും ഈ ബാച്ചിലേക്ക് എടുക്കുന്നതല്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഞങ്ങൾക്ക് ഞാൻ റിസൾട്ടിന് ശരിക്കും ഞങ്ങൾ സെയിൽസിന് വേണ്ടി എടുക്കുന്ന ബാച്ച് അല്ല, റിസൾട്ടിന് വേണ്ടിയും ഉദ്യോഗാർത്ഥി ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബാച്ചാണ് ഈ ബാച്ച് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് ഒരു പറയാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബാച്ച് ആയിരിക്കും. മെയ് 15 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മക്കളെ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നല്ലപോലെ പഠിക്കാം. ഞാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വേണം വിജയത്തിലൊക്കെ മന്ത്രം ഞാൻ പറയാം എന്താണ്, സ്പീഡ് കാൽക്കുലേഷൻ, കൺസെപ്റ്റ് ക്ലാരിറ്റി, പിന്നെ എന്താണ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ്, പ്രാക്ടീസ്, PYQs, മോക്ക് ടെസ്റ്റ്. ഇത് 5 കാര്യങ്ങൾ നിങ്ങൾ ഇനിയുള്ള 20 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാറുള്ളൂ ലൈഫിൽ നിങ്ങൾക്ക് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ഒട്ടും സമയം വേണ്ട, ഇന്ന് തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ, എല്ലാവരും വിജയിച്ചു വരിക. ഓക്കെ.